ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് വോയിസ് ഓവർ ഐ പി, അതായത് ഐ പി ഫോൺ എന്ന് പറഞ്ഞിട്ടില്ലേ, ഐ പി ഫോണുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ ടെക്നീഷ്യന്മാർക്ക്, അതായത് നോർമലി ഈ ഒരു രംഗത്തോട്ട് വന്നിരിക്കുന്ന ടെക്നീഷ്യന്മാർക്ക് ഒരു ഡൗട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഉണ്ടാവും ഈ ഐ പി ഫോണുകളുടെ വർക്കിങ്ങിനെ കുറിച്ച്. അപ്പോൾ ഐ പി ടി വി, ഐ പി ഫോണിനൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ പറയുന്നത് ഇന്ന് പറയുന്ന ഐ പി ഫോണിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ഫോണാണ് ഐ പി ഫോൺ. ഇത് പലരും കണ്ടിട്ടുണ്ടാവും, പല ഓഫീസുകളിലും ഇത് സെറ്റപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്കൊരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ ഒരു ഡൗട്ടാണ്, ഇത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ ആ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഐ പി ഫോൺ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓഫീസാണ്, ആ ഓഫീസിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. ആ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒരു ഐ പി ഫോൺ കൊണ്ടുവന്നിട്ട്, അതായത് ചിത്രത്തിൽ കണ്ട പോലത്തെ ഒരു ഐ പി ഫോൺ കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഫോൺ ഉപയോഗിച്ച് ഒരു ലാൻഡ് ഫോൺ പോലെ, അതായത് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ലാൻഡ് ഫോൺ പോലെ കോൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുപോലത്തെ ഒരു 4-5 ഫോൺ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തൊരു കോൾ സെൻറ്റർ പോലെയോ അല്ലെങ്കിൽ കോളിംഗ് ഫെസിലിറ്റി പറ്റുമോ എന്നുള്ളത്. എന്നങ്ങനെ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐ പി ഫോൺ അതിന് നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ എത്ര ഐ പി ഫോണുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലൊരു വെറുതെ ഒരു ഫോൺ മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ മോഡത്തിൻ്റെ പുറകിൽ നമുക്കറിയാം RJ11 പോർട്ടും അല്ലെങ്കിൽ ലാൻഡ് പോർട്ടും എല്ലാം ഉണ്ടാവും. അപ്പോൾ ലാൻഡ് കേബിൾ ഉപയോഗിച്ച്, കാരണം ഐ പി ഫോൺ ആയതുകൊണ്ട് തന്നെ ലാൻഡ് കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ലാൻഡ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതിനെന്താണ് വേണ്ടത്? ഇതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ ഐ പി സർവീസ് ഉള്ളത്, അതല്ലെങ്കിൽ SIP സർവീസ്. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡർ ആയിരിക്കണം. അതായത് നോർമലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ BSNL ആയാലും ജിയോ ആയാലും എയർടെൽ ആയാലും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ ആ സർവീസ് ഈ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഇതിനെ ആക്റ്റീവ് ആക്കണം. അതായത് SIP സർവീസ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സർവീസ് പ്രൊവൈഡർ ആയിരിക്കണം. അതിന് പുറമെ നമ്മൾ വിളിച്ചതിനെ ആക്റ്റീവ് ആക്കിയതിന് ശേഷമേ നമുക്ക് ആ ഒരു സർവീസ് പ്രൊവൈഡർ കിട്ടുള്ളൂ. 2, ഇനി അതല്ലെങ്കിൽ, അതായത് നമുക്ക് ഈ സർവീസ് എങ്ങനെയൊക്കെ ആക്റ്റീവ് ആക്കാമെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിൻ്റെ എൻഡിൽ നിന്നും നമ്മൾ ആ ഒരു SIP സർവീസ് എടുക്കണം. സർവീസ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു യൂസർ നെയിം പറ്റും, പാസ്വേഡ് കിട്ടും, സെർവറിലോട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു പ്രോസസ്സ് നമുക്ക് അവർ തരും, ISP തരും. ഇപ്പോൾ ISP തരുമ്പോൾ നമുക്ക് അതുവഴി ഈ ഒരു കണക്ട് ചെയ്തിരിക്കുന്ന ലാൻഡ് ഫോണിൽ നമുക്ക് ആ ഒരു IP സെറ്റ് ചെയ്ത്, അതായത് സ്റ്റാറ്റിക് IP സെറ്റ് ചെയ്ത്, സെർവർ ഉണ്ടെങ്കിൽ ആ സെർവറിലോട്ടുള്ള IP നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്ത് അവർ ആ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് വിളിക്കാം, പുറത്തോട്ടും വിളിക്കാം, എല്ലായിടത്തോട്ടും വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഫോണിലും ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഫോൺ വഴിയും നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാം, അവർ ഇൻ്റർനെറ്റ് കോൾ ചെയ്യാം. അതിന് പുറമെ ഈ ലാൻഡ് ഫോൺ വഴിയൊക്കെ ചെയ്യാം. ഇത് ഈ സർവീസ് പ്രൊവൈഡർ തന്നെ. ഇതാണ് SIP സർവീസ് എന്ന് പറയുന്നത്. ഈ വോയിസ് ഓവർ സർവീസ് എന്നും ഇതിന് പറയും. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നെറ്റ്വർക്ക് പ്രൊവൈഡറാണ്. ഇനി അതല്ല എങ്കിൽ SIP സർവീസുകൾ അല്ലെങ്കിൽ ഇത്തരം ക്ലൗഡ് PBX എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരിപ്പോൾ നമുക്ക് ഓൾറെഡി ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് തരുന്ന ആൾക്കാരുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഏജൻസികളുണ്ട് ഇത്തരം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ക്ലൗഡ് PBX എന്നാണ് പറയുന്നത്. അതായത് ക്ലൗഡ് PBX എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കലി നമ്മളൊരു എക്യുപ്മെൻറ്റ് കൊണ്ടൊന്നും ഓഫീസിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ സർവീസ് പ്രൊവൈഡർ തന്നെ പോലെ തന്നെ അവർ ആ ഒരു ക്ലൗഡ് സർവീസ് തരും. അതിനകത്തൊരു ഇതുപോലെ തന്നെ യൂസർ നെയിം ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും, ആ ഒരു സെർവറായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ക്ലൗഡ് PBXലൂടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അത്തരം ഏജൻസികളുടെ നിന്ന് നമ്മളത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സർവീസ് മേടിക്കുക, സർവീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതിപ്പോൾ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്താണെങ്കിൽ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ ഒരു വോയിസ് ഓവർ IP ആക്ടിവേറ്റ് ചെയ്ത് മേടിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ക്ലൗഡ് PBXൽ വരുന്ന ആ ഏജൻസികളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് അവരോട് ഈ ഒരു സർവീസ് പ്രൊവൈഡർ മേടിക്കുക. നോർമലി ഒരു VPN ഒക്കെ മേടിക്കുന്ന പോലെ അങ്ങനെ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ, ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഹാർഡ്വെയർ ഡിവൈസുകൾ കിട്ടും. അതായത് ഓഫീസിലെ IPBX സിസ്റ്റം കിട്ടും. ഈ IPBX സിസ്റ്റം കിട്ടുമെന്ന് വെച്ചാൽ അതിനകത്തും IPBX സിസ്റ്റം ആണെങ്കിലും ഇതിനും ഒരു സെർവറും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ ഒരു IPBX സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കമ്പനി തന്നെ ഇതിനുള്ള ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ആയാലും അതിൻ്റെ സെർവറിൻ്റെ കോൺഫിഗറേഷൻ ആയാലും അതൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോഴും നമുക്ക് ഈ ഒരു കണക്ഷൻ ഉപയോഗിച്ച്, അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിച്ച് നമുക്ക് വോയിസ് ഓവർ IP, അതായത് IP ഫോണിൽ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ വെറുതെ ഒരു നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളവിടെ കൊണ്ടുവന്നൊരു ടെലിഫോൺ IPBXൻ്റെ ഫോൺ, IP ഫോൺ കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കോൾ പോകില്ല. ഇതുപോലെ സർവീസ് എടുക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറിനെ വിളിച്ചിട്ട് SIP സർവീസ് ആക്ടിവേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡായിട്ട് കൊടുക്കുന്ന, ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്ന, അതായത് ക്ലൗഡായിട്ട് കൊടുക്കുന്ന ക്ലൗഡ് IPBX ആൾക്കാരുമായി ബന്ധപ്പെട്ട്, ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിന്ന് നമ്മൾ ഈ ഒരു സർവീസ് വാങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കലി, അതായത് ഹാർഡ്വെയർ ഉണ്ട് IPBX ഹാർഡ്വെയർ നമ്മൾ IPBX സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സെല്ല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ആ ഒരു ഹാർഡ്വെയർ വാങ്ങിച്ചതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഈ ഒരു ഇൻ്റർനെറ്റ് ഫോൺ എന്നറിയപ്പെടുന്ന ഈ ഒരു IP ഫോണിൽ നിന്ന് കോൾ പോകണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നിങ്ങളത് മനസ്സിലായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഒരു അടുത്ത അറിവുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.